ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്നലെ ഞാൻ ട്രേഡ് എടുത്തിരിക്കുന്നത് 2 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പുട്ട് സൈഡാണ് ഫസ്റ്റ് ട്രേഡ് എടുത്തത്. ഈ ഒരു ക്യാൻഡലിൽ ഞാൻ പുട്ട് സൈഡ് എൻട്രി എടുത്തു. ആക്ച്വലി ഇവിടുന്ന് ഒരല്പം കൂടെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് 200 പോയിൻ്റ് അച്ചീവ് ചെയ്യാൻ. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ തന്നെ പ്രീമിയം നല്ല രീതിക്ക് ഇത് പ്രീമിയം പുട്ട് സൈഡ് പ്രീമിയം അത് ഡീകേ ചെയ്തു. അതായത് എനിക്ക് തോന്നിയപ്പോൾ പുട്ട് സൈഡ് ഇവിടെ അധികം വാല്യൂ ഇല്ലാത്ത പോലെ തോന്നിയത്, പ്രീമിയം അധികം ഇനി കിട്ടത്തില്ല എന്നുള്ളത് തോന്നി. അങ്ങനെ ഞാനത് കോസ്റ്റ് എക്സിറ്റ് ചെയ്തു. പിന്നെ സെക്കൻഡ് എൻട്രി ശരിക്കും ഞാൻ അങ്ങനെ കോസ്റ്റ് എക്സിറ്റ് ചെയ്ത് എടുക്കാറില്ല. പക്ഷെ ഞാൻ ഇന്നലെ ജസ്റ്റ് ഒരു 50 പോയിൻ്റ് റിസ്ക് എടുത്തിട്ട് 50 പോയിൻറ്റിൻ്റെ റിസ്ക് എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് ആക്ച്വലി ഇതെൻ്റെ ബൈയിങ് ലെവലായിരുന്നു, ബൈയിങ് സെറ്റപ്പ് ഫോം ചെയ്തൊരു ലെവലായിരുന്നു. ഇവിടെയാണെങ്കിൽ പ്രീമിയം വളരെ ഹൈയും ആയിരുന്നു. സ്റ്റോപ്പ് ലോസ് 50 പോയിൻറ്റ്, ജസ്റ്റ് ഈ ഒരു ലെവലിന് 10 പോയിൻറ്റ്സ് മാത്രമേ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഇവിടുന്ന് കോള് വാങ്ങിക്കുകയാണ് ചെയ്തത്. ഈ പുട്ട് കോസ്റ്റ് ഏകദേശം കോസ്റ്റ് ആ ഒരു ലെവലിൽ എക്സിറ്റ് ചെയ്ത ശേഷം കോൾ സൈഡ് ഇവിടുന്ന് വാങ്ങിച്ചു. ഈ ഒരു ക്യാൻഡലിൽ എക്സാക്ട്ലി ഈ ഒരു ക്യാൻഡലിലാണെന്ന് തോന്നുന്നു എനിക്ക് 200 പോയിൻറ്റ്സ് അച്ചീവ് ആയത്. ഓക്കെ, അപ്പം ഇന്നലെ ഫസ്റ്റത്തെ ആ ഒരു മൊമെൻറ്റ് പുട്ട് സൈഡ് എടുത്തത് ജസ്റ്റ് ഇവിടെയുള്ള ബയേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സേഫായിട്ട് എപ്പോഴും എടുക്കുമ്പോൾ സേഫായിട്ട് ഇവിടെ ബൈയിങ് ഏരിയ ആണെന്ന് എനിക്ക് നേരത്തെ അറിയാം. നമുക്ക് മുന്നത്തെ ചാർട്ട്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു ബൈയിങ് ഏരിയ ഉണ്ട് എന്നുള്ളത്. മുന്നത്തെ ചാർട്ട്സ് നോക്കിയാൽ, അതായത് ഇവിടുത്തെ ഗ്യാപ്പ് ഇവിടെ ഫില്ലായിട്ടുണ്ട്. ഒരു ഗ്യാപ്പ് ഫില്ലായ സമയത്ത് നമുക്ക് സേഫായിട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ പുട്ട് സൈഡ് എൻട്രി എടുത്ത് ഈ ഒരു ലെവലിൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സിറ്റ് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആക്യുറസി ഉണ്ടാവും. ഡെയിലി ബേസിസിൽ ഒരു മിനിമം 100 പോയിൻറ്റ്സ് ഒക്കെ എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ നമ്മൾ സേഫായിട്ടുള്ള ഏരിയാസിൽ എക്സിറ്റ് ചെയ്യുമ്പോൾ. പക്ഷേ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഫിക്സഡ് ആണ്. ഞാൻ അതുകൊണ്ടാണ് ഏരിയാസ് ഒന്നും കൺസിഡർ ചെയ്യാണ്ട് അത് പിന്നെ കണ്ടിന്യൂ ചെയ്ത് വെക്കുന്നത്. എനിക്കിത് ആക്ച്വലി ഇവിടെ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്തിട്ട് കോൾ സൈഡ് എടുക്കാം, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ഏരിയാസിൽ അതേപോലെ തന്നെ മാർക്കറ്റ് പോകണമെന്നില്ലല്ലോ. ഇവിടുന്ന് റിവേഴ്സൽ വന്ന് ചിലപ്പോൾ റിവേഴ്സൽ ജസ്റ്റ് കാണിച്ച ശേഷം അങ്ങനെ തന്നെ താഴോട്ടും പോവാം. നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ സേഫായിട്ടുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും സേഫായിട്ടുള്ള ഏരിയ. മിനിമം നമ്മൾ പ്രൈസ് മാർക്കറ്റിൻ്റെ ആ ഒരു ചാർട്ട് നോക്കിയിട്ട് സേഫായിട്ടുള്ള മിനിമം സേഫായിട്ട് നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്ന ഒരു ലെവൽ വരെ കീപ്പ് ചെയ്താൽ എന്തായാലും ഡെയിലി ഒരു 100 പോയിൻ്റൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എൻ്റെ പ്രോഫിറ്റ് ബുക്കിങ്ങും സ്റ്റോപ്പ് ലോസ് എടുക്കുന്നതൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഞാൻ 200 പോയിൻ്റ് അല്ലെങ്കിൽ 50 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്, മാക്സിമം വരുമ്പോൾ 100 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസാണ് ഒരു ദിവസം ഞാൻ ക്യാരി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ബേസിൽ എടുത്തതാണ്. ഇവിടെ ഇപ്പം കോസ്റ്റ് ഇറങ്ങിയത് കൊണ്ടാണ് ഞാൻ 50 പോയിൻറ്റിൻ്റെ ഒരു റിസ്ക് എടുക്കാം എന്ന് കരുതി. വെറും റിസ്ക് മാത്രം വെറുതെ റിസ്ക് എടുത്തതല്ല. ഇവിടെ ഒരു ബൈയിങ് സെറ്റപ്പും ഫോം ആയിട്ടുണ്ട്, ബൈയിങ് ഏരിയയും കൂടെ ആണ്. മാത്രമല്ല പുട്ട് സൈഡിൻ്റെ പ്രീമിയം പെട്ടെന്ന് തന്നെ ഡീക്കേയും വന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ കോൾ സൈഡ് എൻട്രി എടുത്തിട്ടുള്ളത്. ഈ ഏകദേശം ഇവിടുന്ന് എൻട്രി എടുത്ത് 2:30 o'clock ഞാൻ എടുത്തത്. ഏകദേശം ഒരു ഈ ഒരു ലെവൽ ഇവിടെ നിന്ന് എടുത്ത് പിന്നെ അത് ഈ ഒരു ഭാഗത്ത് എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും എടുക്കുകയാണ് ചെയ്തത്. അത് ജസ്റ്റ് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് എടുത്തതാണ്. വല്ല പ്രീമിയം എന്തെങ്കിലും കുറച്ച് ഇതിൽ കിട്ടിയപ്പം എടുത്തതാണ്. കുറച്ചും കൂടെ നല്ല രീതിക്ക് കിട്ടിയപ്പം എടുത്തതാണ് ഇവിടുന്ന്. 2 തവണ കോൾ സൈഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് എടുത്തു, അത് പിന്നെ എക്സിറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് എടുത്തു.
അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് 2:30 ഏകദേശം ഈ ഒരു ടൈമിലാണ്, അതായത് 3 മണീൻ്റെ അടുത്ത് ആ ഒരു സമയത്താണ് എനിക്ക് ടാർഗറ്റ് കിട്ടിയത്. 3 മണിക്കൂർ, അതായത് ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ടാർഗറ്റിലോട്ട് എത്താൻ വെറും 30 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 30 പോയിൻറ്റ്സിന് വേണ്ടിയിട്ട് ഞാൻ 3 മണിക്കൂറിൻ്റെ വെയിറ്റിംഗ് ആണ്, എനിക്ക് 3 മണിക്കൂറിൻ്റെ ഡിലേ ആണ് വന്നിട്ടുള്ളത്. ഇത്രയും ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്നുള്ള ബുക്കിംഗ്, നല്ല സേഫ് ആയിട്ടുള്ള ഏരിയയിൽ ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ 100 പോയിൻ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് ചെയ്യുക, അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റാണ് നമുക്കെങ്കിൽ ഇത്രയും ടൈം വേസ്റ്റ് ചെയ്യില്ല, അധികം പ്രഷർ വരില്ല, അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് ബുക്ക് ചെയ്ത് പോകാം. പക്ഷേ ഒരുപാട് പോയിൻറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അധികവും ഞാനിങ്ങനെ കണ്ടിട്ടുമുണ്ട്, അങ്ങനെ കുറച്ച് സൈഡ് വൈസ് ആയിട്ട് ചിലപ്പം നമുക്ക് 199.5 വരെ എത്തിയിട്ട് ബൗൺസ് ബാക്ക് ചെയ്യാം. അങ്ങനെ വന്നാലും നമ്മളത് സഹിച്ചേ പറ്റുള്ളൂ. അത്രയും ടൈം വേസ്റ്റും ആയി ഒരു ജസ്റ്റ് 0.5 നമുക്ക് ടാർഗറ്റ് മിസ്സാവാന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാനിവിടെ ആക്ച്വലി എന്താണ് ഉദ്ദേശിച്ചത്, ഇത്രയും ടൈം വേസ്റ്റ് ചെയ്തിട്ടും ഞാൻ എന്തുകൊണ്ടത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ മൈൻഡ് സെറ്റ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ്. മൈൻഡ് സെറ്റ് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊരു വിഷയമാവില്ല. നമുക്ക് ആ ഒരു നമ്മളിപ്പോൾ ഒരു റോബോട്ടിനെ ഏൽപ്പിച്ചിട്ട് ട്രേഡ് എടുക്കുമ്പോൾ എങ്ങനെയാണോ ഒന്ന്, അതേപോലെ ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്നതും ഒരുപാട് കൺഫ്യൂഷൻസും അതിൻ്റെ ഇടയ്ക്കൊക്കെ വരുമ്പോൾ അതൊക്കെ സോൾട്ട് ഔട്ട് ചെയ്തിട്ട് പോകുന്നതും. ഇങ്ങനെ പെട്ടെന്നുള്ള എൻട്രീസ് എടുത്ത് നമുക്ക് 100 പോയിൻ്റിൻ്റെ ആണ് നമ്മുടെ ടാർഗറ്റ് എങ്കിൽ നമുക്ക് അങ്ങനെ പ്രശ്നമില്ല. നമ്മൾ എടുക്കുന്ന എൻട്രി തെറ്റിപ്പോയാലും എടുക്കുന്ന ഉറപ്പായിട്ട് നമ്മൾ എടുക്കുക, ലോജിക് വൈസ് എൻട്രി എടുക്കത്തുള്ളൂ. പക്ഷേ എടുക്കുന്ന ഡയറക്ഷൻ തെറ്റിപ്പോയാലും മിനിമം 100 പോയിൻ്റ് നമ്മൾ എടുത്ത ആ ഒരു ലെവലിലേക്ക് എത്തും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവും. പക്ഷേ ഇനി ഇത്ര 200 പോയിൻറ്റിനൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് എടുക്കുന്ന എൻട്രി കറക്റ്റ് ഡയറക്ഷനിൽ തന്നെ ആവണം എന്നൊരു നിർബന്ധം കൂടെ ഉണ്ട്. അങ്ങനെ ഒരു ഡ്രോബാക്കും കൂടെ ഉണ്ട് ഞാൻ ഈ ചെയ്യുന്നൊരു മെത്തേഡിൽ. സേഫായിട്ടുള്ള ഏരിയയിൽ എക്സിറ്റ് ചെയ്യുമ്പം കുറച്ചും കൂടെ ബെനിഫിറ്റും ഉണ്ട് നമുക്ക്. സൈക്കോളജിക്കലി നമുക്ക് മൈൻഡ് സെറ്റ് അധികം ഇതാവത്തില്ല, ടൈമും ഒരുപാട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ 2 കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് ഇന്നത്തെ പ്ലാനിങ്ങിലേക്ക് കടക്കാം. ഫ്ലാറ്റും ഗ്യാപ്പ് ഡൗണിലൊക്കെ ഞാൻ സെല്ലിംഗ് ആണ് നോക്കുന്നത്, ഗ്യാപ്പ് അപ്പിൽ ബൈയിങ്ങും. ഇതാണ് എൻ്റെ പ്ലാന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ലൈവിൽ കാണാം.